നമുക്ക് നല്ല അടിപൊളി ബോളി ഇവിടെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റ് ആണ്. 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് പെട്ടെന്ന് മുറിച്ച് നിങ്ങൾ കണ്ടാണല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് വരും. ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ചുമ്മാ കഴിക്കാനും കൊള്ളാം, പായസത്തിന്റെ കൂടെ കഴിക്കാനും കൊള്ളാം. അപ്പൊ അതിന് വേണ്ടത് 2 ബൗൾ പായസത്തിന്റെ കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുക്കറിൽ വേവിച്ച് എടുത്ത് ഞാൻ വെച്ചേക്കണം. 2 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. പിന്നെ മൈദ 1 ബൗൾ മതിയാവും. 1 മുതൽ 1.5 വരെ ബൗള് മൈദ. പിന്നെ പഞ്ചസാര 1 ബൗൾ പഞ്ചസാരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപ്പ് 1 നുള്ള് ഉപ്പ് മതിയാവും. നെയ്യ് 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ആദ്യം എടുക്കുന്നുണ്ട്. അതിനുശേഷം ബോളി ചുടുമ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നല്ലെണ്ണ നമ്മൾ ഈ മൈദ കുഴച്ച് വെച്ചിട്ട് അതിന്റെ മീതെ ഒഴിക്കാനാണ്. അത് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല, അത് മുങ്ങി കിടക്കാൻ പാകത്തിന്. പിന്നെ ഏലക്ക 4 എണ്ണം. ഇതിന്റെ തൊലി കളഞ്ഞ് നമ്മൾ അകത്തെ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ അരിപ്പൊടി ഇതിന് മുക്കി പരത്താനാണ് അരിപ്പൊടി നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് മൈദ ആദ്യം കുഴച്ചു വെക്കാം. ആ മൈദയിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ. അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു വെള്ളമായാലും കുഴപ്പമില്ല. നന്നായിട്ട് കുഴക്കണം. ഞാൻ ഇടയ്ക്ക് എന്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന മൈദയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മൈദ കുഴക്കാൻ നല്ല പാടാണല്ലോ, നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിക്കും. ഇത് ഫുള്ള് പരത്തി കുഴച്ചു കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അതിനുശേഷം നല്ലെണ്ണ ഒഴിക്കുക. കണ്ടില്ലേ, ഇതുപോലെ. അപ്പൊ അത് മുങ്ങി കിടക്കണം. അതാണ് അതിന്റെ അളവെന്ന് പറയുന്നത്. ഇത് 1 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ കുതിർത്ത് വേവിച്ച് വെച്ചേക്കുന്ന കടല ഇതുപോലെ പൊടിച്ചെടുക്കാം. പായസത്തിനുള്ള കടലയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കടലപ്പരിപ്പ് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ പഞ്ചസാരയും നമ്മൾ ആ ഏലക്കയുടെ അകത്ത് പുറത്ത് കളഞ്ഞിട്ട് അകത്ത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ നന്നായി പൗഡേർഡ് ഷുഗർ ആക്കുക. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഉരുകി കഴിയുമ്പോൾ, അതായത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടലപ്പരിപ്പ് പൊടിച്ച് വെച്ചത് ചേർക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ ഇത് പൊടിക്കാൻ. അതായത് ആ വെന്ത് കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു കുഴഞ്ഞ പരുവായിരിക്കുമല്ലോ, ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇത് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ ജാറാണ് കാണിച്ചത്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പണ്ടൊക്കെ ഇത് തിരുവനന്തപുരം സൈഡിൽ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു, കേരളത്തിൽ. അപ്പം ഒരുവിധം എല്ലായിടത്തും അവൈലബിൾ ആണ്. കണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരുന്ന കടല ഇടുകയാണ്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ട് വേവിച്ച്, അതായത് 2 വിസിലടിച്ച് വേവിച്ച് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. 8 മണിക്കൂർ കുതിർക്കുകയും വേണം. അതാണ് ഫസ്റ്റ് നമ്മൾ ഓർക്കാനുള്ള മെയിൻ കാര്യം. വെള്ളം ഒട്ടും പാടില്ല പൊടിക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്.
അതൊരു നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. കൂടുതലായി ചിലപ്പോൾ ഒരുപാട് വെള്ളം പോലെയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ പഞ്ചസാര നമ്മൾ സ്വാഭാവികമായിട്ട് ഉരുകുമല്ലോ, അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളമയം പറ്റണ വരെ നിങ്ങൾ ഇളക്കി കൊടുക്കും. അത് ഞാൻ ഓഫ് ചെയ്തു. അത് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ഇത് റെഡിയാക്കാം. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഞാൻ 1 മണിക്കൂർ ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഇനി ആ എണ്ണയാണ് മാറ്റേണ്ടത്. എണ്ണ മാറ്റി കുറച്ച് അതിനകത്തൊരു എണ്ണമയം കാണും, കണ്ടോ? നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ മൈദ. ജസ്റ്റ് ഞാൻ കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യാണ്. ശേഷം ചെറിയ മറ്റേ നമ്മള് കടലമാവ് നെയ്യിലിട്ട് ചൂടാക്കിയില്ല, അത് ഞാൻ ഓരോ ബൗൾസ് ആക്കി ഇങ്ങനെ ആക്കാണ്. ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ മതിയാവും. നമ്മൾ ഒരുപാട് വലുപ്പത്തിലുള്ള ബോളിയല്ല ഉണ്ടാക്കുന്നത്, ചപ്പാത്തിയുടെ ഒക്കെ സൈസ്. കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ പൊട്ടലൊന്നും ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി ആ മൈദ കുഴച്ച് വെച്ചേക്കുന്നത് നമുക്ക് ഒരു ചെറിയ ഉരുളയായിട്ട് എടുക്കാം. ഈ ഒരു വലുപ്പമൊക്കെ മതി. കണ്ടില്ലേ? എന്നിട്ട് അത് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. കണ്ടോ? വളരെ എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. ചിലർ പരത്താറുണ്ട്, അതിന്റെ ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തുക. മൈദയാണല്ലോ, അത് നന്നായിട്ട് വലിയുമല്ലോ. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന കടല പരിപ്പിന്റെ ആ കൂട്ട് നമ്മൾ ഇതിലേക്ക് വെക്കും. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 1-2 ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ അത് കറക്റ്റായിട്ട് നമുക്കത് പറ്റും. കണ്ടോ? ഇനി ഇതിലേക്ക് ആ ബോള് വെച്ചിട്ട് ഇതുപോലെ അത് ഫുള്ള് കവർ ചെയ്യാം. ഒരു ചെറിയൊരു തിൻ ലെയറേ അതിന് പാടുള്ളൂ. അപ്പൊ നമ്മളിത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ മുകളിൽ കുറച്ച് മൈദ ഇതുപോലെ മുകളിൽ കുറച്ച് മൈദ വരുമല്ലോ, അത് നമുക്ക് ജസ്റ്റ് മുറിച്ച് കളയാം. കണ്ടോ? നമുക്ക് നല്ല പെർഫെക്റ്റ് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് പോലെയായിട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇല്ലെങ്കിൽ മൈദയുടെ അളവ് കൂടിയിരിക്കും. ഇനി ഇത് നമ്മൾ അരിപ്പൊടിയിൽ മുക്കി നമ്മൾ ചപ്പാത്തി കലയിലിട്ട് പരത്താണ് ചെയ്യുന്നത്. ഇനി അത് പരത്തുക. പ്രസ് ചെയ്തിട്ട് അരിപ്പൊടി ആണ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് അരിപ്പൊടിയാണ്. അങ്ങനെ പതുക്കെ തിരിച്ചു മറിച്ചു വിട്ട് പരത്താം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ചെറിയ ഒരുപാട് കട്ടി കുറയ്ക്കണ്ട. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അകത്തുള്ള ഫിലിങ്സ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പൊങ്ങാനും കുറച്ച് നല്ലത് ചെറിയ കട്ടിയുണ്ടാവും, എന്നുവെച്ചാൽ ഒരുപാട് കട്ടി വേണ്ട. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ മൈദ കുഴച്ചപ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. ഞാനത് ചേർത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ മഞ്ഞ കളർ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് മൈദ മാത്രമേ കുഴച്ചിട്ടുള്ളൂ. അപ്പം ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ മൈദ കുഴയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് എണ്ണയിൽ മുക്കി വെക്കുക. പിന്നെ പരത്തുമ്പോഴും ഇതുപോലെ നന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റും. അപ്പോൾ കടലമാവിന്റെ കാര്യം അതുപോലെ തന്നെ. പരിപ്പ് വേവിച്ച് ആ പാകം കറക്റ്റ് ആണെങ്കിൽ വേഗം ചിന്തിക്കാനില്ല, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് അതിനകത്ത് പൊതിഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
ഇനി ഒരു ദോശക്കല്ലിലേക്ക് അല്ലെങ്കിൽ പാനിലേക്കോ നിങ്ങൾക്ക് ഇതിട്ടിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തിരിച്ചു മറിച്ചിടുക. നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം നമ്മൾ ഇതിടുക. ഇനി തിരിച്ചിട്ടിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം നമുക്ക്. ഇനി നെയ്യ് പുരട്ടാം. നന്നായി പൊങ്ങി വരും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുമോ. അപ്പം കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്താൽ മതി. കണ്ടോ, കുറച്ച് നെയ്യ് മതി. ഈ നെയ്യുടെ രുചി ഇഷ്ടമില്ലാത്തവര് പറ്റണം. പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനും ഒരു ടേസ്റ്റ് വരാനോ നെയ്യ് പറ്റുന്നതാണ് നല്ലത്. എല്ലാരും പറ്റാറുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും പറ്റാറുണ്ട്. അവർ വേറെ പല ഇതും ചേർക്കും. പക്ഷെ നമ്മളത് ചേർക്കില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് ഉണ്ടാക്കി എടുക്കാം. കണ്ടില്ലേ, അപ്പൊ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത്. ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വന്നാൽ മതി. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് 4 മണിക്ക് കഴിക്കാം. പായസത്തിന്റെ കൂടെ സദ്യ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.